ഇപ്പോൾ 6th ചാപ്റ്റർ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമേഴ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കുന്നത് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നെയിം, അത് കഴിഞ്ഞിട്ട് ഐസോമേഴ്സ്. ഇതിനൊക്കെയാണ് ഈ ചാപ്റ്റർ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് വൺ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് പേര് നൽകുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്, അതിന്റെ പേര് IUPAC. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് നൽകുന്ന ശാസ്ത്രശാഖ IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് ഫുൾ ഫോം. പക്ഷേ ഈ പേര് പഠിച്ചിരുന്നാൽ മതി IUPAC. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് പേര് നൽകുന്ന ശാഖയാണ് IUPAC. ഈ IUPACയുടെ റൂൾ അനുസരിച്ച് മാത്രമേ ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് നൽകാൻ പാടുള്ളൂ. അപ്പോൾ ആ റൂൾ അനുസരിച്ച് കുറച്ച് എലമെന്റ്സ് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരേ ഒരു കാർബൺ ഉണ്ടെങ്കിൽ അതിന്റെ തുടങ്ങേണ്ടത് നീത് എന്നാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ ഈത്, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ഉണ്ടെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റ്, 6 കാർബൺ ഉണ്ടെങ്കിൽ ഹെക്സ്, 7 കാർബൺ ഉണ്ടെങ്കിൽ ഹെറ്റ്, 8 എണ്ണം ഉണ്ടെങ്കിൽ ഒക്റ്റ്, 9 എണ്ണം ഉണ്ടെങ്കിൽ നോൺ, 10 എണ്ണം ഉണ്ടെങ്കിൽ. ഇങ്ങനെ കാർബൺ എണ്ണം അനുസരിച്ചാണ് ഓർഗാനിക് കോമ്പൗണ്ടിന് IUPAC എന്ന ശാസ്ത്രശാഖ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തുടങ്ങേണ്ടുന്ന പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാർബൺ ഉണ്ടെങ്കിൽ മീത്, 2 ഏത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെറ്റ്, ഒക്റ്റ്, നോൺ, ഇതിനനുസരിച്ചാണ് പേര്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരിടാൻ അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്രധാനമായിട്ടും 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്: ആൽക്കൈൻ, ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. കാർബണുകൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കൈൻ, കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ആൽക്കീൻ, കാർബണുകൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ആൽക്കൈൻ. ആൽക്കൈന്റെ ജനറൽ ഫോർമുല CnH2n+2, ആൽക്കീൻ CnH2n and alkyne CnH2n-2. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഇത്രയും ആദ്യം പഠിച്ചിരിക്കുന്ന കാർബൺ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആൽക്കൈന്റെ ജനറൽ ഇക്വേഷൻ CnH2n+2, ആൽക്കൈൻ CnH2n, ആൽക്കൈൻ CnH2n-2. നമുക്ക് പേരിടാൻ കറക്റ്റിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് പേരിനെയാണ് നമുക്ക് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ CH3, CH2, CH2, CH3. ഈ കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയാണ്? ഈ കോമ്പൗണ്ടിന്റെ പേരിടാൻ ആദ്യം നിങ്ങൾ നൽകേണ്ടത് ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. മൊത്തം എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. 4 കാർബൺ ആണെങ്കിൽ IUPAC പറഞ്ഞിരിക്കുന്നത് 4 കാർബൺ ഉണ്ടെങ്കിൽ പേര് തുടങ്ങേണ്ടത് ബ്യൂട്ട്. അപ്പൊ 4 കാർബൺ ഉണ്ടെങ്കിൽ പേര് തുടങ്ങേണ്ടത് ബ്യൂട്ട്. ഇനി ഈ കാർബണിന്റെ പേര് വര നോക്കി, ഓരോ വരയിലുള്ളൂ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ആൽക്കൈൻ. ഓക്കെ, അപ്പൊ ഇതിനിടയിൽ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ആൽക്കൈൻ. ആൽക്കൈന്റെ അവസാനം 3 ലെറ്റർ A. അതാണ് കാർബണിന്റെ എണ്ണം അനുസരിച്ച് എഴുതിയിരിക്കുന്നതിന്റെ കൂടെ എഴുതുന്നത്. അപ്പൊ കാർബൺ മൊത്തം 4 എണ്ണം, 4 എണ്ണം ബ്യൂട്ട്, അതിന്റെ കൂടെ A കൂടെ ചേർക്കുക. സോ ഈ കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ടേൻ. അപ്പൊ 4 കാർബൺ ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരാണ് ബ്യൂട്ടേൻ. രണ്ടാമത് CH3, CH2, CH ഡബിൾ ബോണ്ട് CH2. ഇത് നോക്കിയാൽ ഇതിനകത്ത് മൊത്തം കാർബൺ 4. അപ്പൊ പേര് തുടങ്ങുന്നത് ബ്യൂട്ട്. പക്ഷേ ഈ കാർബണുകൾക്കിടയിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ആൽക്കീൻ. അപ്പൊ ആൽക്കീൻ ആവുമ്പോൾ അതിന്റെ അവസാനം 3 ലെറ്റർ ENE, അത് ഈ പേരിനോട് ചേർക്കുക ENE. അപ്പൊ പേര് ബ്യൂട്ടീൻ. മൂന്നാമത്തെ കോമ്പൗണ്ട് CH3, സിംഗിൾ ബോണ്ട് CH2, C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിലും 4 കാർബൺ ഉണ്ട്. അപ്പൊ പേര് തുടങ്ങേണ്ടത് ബ്യൂട്ട് തന്നെയാണ്. ബട്ട് ഇതിനകത്ത് നോക്കിയത് ഇവിടെ ഒരു 3 ബോണ്ട് കിടപ്പുണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ അത് ആൽക്കൈനാണ്. ആൽക്കൈന്റെ അവസാനം 3 ലെറ്റർ YNE, അത് പേരിനൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർക്കുക പേരിനൊപ്പം, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ENE ചേർക്കുക, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ YNE ചേർക്കുക. ഇതാണ് ആൽക്കൈനും 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 പേര് നൽകുന്ന.
ഓക്കെ, ഈ പോർഷൻ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, പകരം നമുക്ക് വരുന്ന കുറച്ച് ബ്രാഞ്ചസ് ഉള്ള സ്ട്രക്ചറുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതാണ് ചോദിക്കുന്നത്. അതിനകത്ത് CH3, CH, CH3, CH2, CH2, CH3 ഇതൊരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിന് IUPAC എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റൂളുകളെല്ലാം ഞാൻ പറയാൻ തുടങ്ങിയാണ്. ഈ നോക്കാറുണ്ടല്ല നമ്മൾ നിയമങ്ങളനുസരിച്ചാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നേരെ ഒരു ചെയിൻ കിടപ്പുണ്ട്, താഴോട്ട് ഒരു ചെയിന് താഴോട്ട് വരയ്ക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ബ്രാഞ്ച്. നേരെ കിടക്കുന്നതിന് വിളിക്കുന്ന പേര് പേരന്റ് ചെയിൻ അല്ലെങ്കിൽ സ്ട്രേറ്റ് ചെയിനും. ഓക്കെ, അപ്പൊ ഇവിടെ സ്ട്രേറ്റ് ചെയിൻ ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്. ഈ കിടക്കുന്ന നേരെ കിടക്കുന്ന ചെയിനാണ് സ്ട്രേറ്റ് ചെയിൻ. അതിൽ താഴോട്ട് വരച്ചിരിക്കുന്നതിന് നമ്മൾ ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എത്ര ബ്രാഞ്ച് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒരു സ്ട്രേറ്റ് ചെയിൻ ഉണ്ട്. ഒരു സ്ട്രേറ്റ് ചെയിനകത്ത്, അതായത് ഇതിനകത്ത് സ്ട്രേറ്റ് ചെയിനകത്ത് മൊത്തം എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. അപ്പൊ സ്ട്രേറ്റ് ചെയിനകത്ത് കാർബൺ എണ്ണം നോക്കുക, 5 എണ്ണം, ബ്രാഞ്ച് ഒരെണ്ണം, CH. ഓക്കെ, അപ്പൊ നമ്മള് സ്ട്രേറ്റ് ചെയിനെ സെലക്ട് ചെയ്തു, ബ്രാഞ്ചിനെ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ ബോക്സ് ഒക്കെ ഉപയോഗിച്ച് വരച്ചിട്ടേ ചെയ്യാം. അപ്പൊ നിങ്ങൾ തെറ്റത്തില്ല. അപ്പൊ നേരെ ബോക്സ് വരച്ചേക്കുന്നത്, സ്ക്വയർ ബോക്സ് വരച്ചേക്കുന്നതാണ് സ്ട്രേറ്റ് ചെയിൻ, ഇത് ബ്രാഞ്ച്. അപ്പൊ സ്ട്രേറ്റ് ചെയിന് എത്ര കാർബൺ ഉണ്ടെന്ന് നിങ്ങൾ അതിന് മുകളിൽ നമ്പർ ഇട്ട് കാണിക്കണം. നമ്പർ എങ്ങനെ ഇടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വിടാം, വലത്ത് നിന്ന് ഇടത്തോട്ട് വിടാം. എങ്ങോട്ടാണോ ഇടുമ്പോൾ ബ്രാഞ്ച് കിടക്കുന്ന കാർബണിന് ചെറിയ സംഖ്യ വരുന്നത്, അതാണ് നമ്പർ. നമ്പർ ഇട്ട് കാണിക്കാം. വലത്തോട്ട് ഇടുമ്പോൾ 1, 2, 3, 4, 5 സ്ട്രേറ്റ് ചെയിന് മാത്രമേ നമ്പർ ഇടാവൂ. ഇപ്പോൾ ബ്രാഞ്ച് കിടക്കുന്ന കാർബണിന്റെ നമ്പർ 2 ആണ്. അവിടെ ഇങ്ങോട്ടൊന്ന് മനസ്സിലിട്ട് 1, 2, 3, 4, 5. ഇപ്പോൾ കാർബൺ 4, 4 ആണ്. 2 ആണോ 4 ആണോ ഈസ്റ്റ് നമ്പർ? 2 ആണ്. അപ്പൊ 2 വന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്തപ്പോഴല്ലേ, അതിനാൽ ഇവിടുത്തെ നമ്പറിംഗ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ നമ്പർ ഇങ്ങനെ കൊടുക്കുക 1, 2, 3, 4, 5. ഇത് ചെയ്താൽ നമുക്ക് പേര്. അപ്പൊ നമ്മൾ സ്ട്രേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തു, ബ്രാഞ്ച് കണ്ടുപിടിച്ചു, നമ്പർ ചെയ്തു. ഈ നമ്പറിനകത്ത് ബ്രാഞ്ച് കിടക്കുന്ന നമ്പർ കണ്ടോ, ആ നമ്പർ എഴുതുക 2. ഒരു ഹൈഫൻ ഇടുക, ഇത് റൂളാണ്. ഹൈഫൻ ഇടുക. അതിനുശേഷം ആ 2-ൽ കിടക്കുന്ന ബ്രാഞ്ച് നോക്കുക, CH3. അപ്പൊ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ബ്രാഞ്ചിന്റെ പേര് CH3, അതിന്റെ പേരാണ് മീഥൈൽ. CH3 എന്ന ബ്രാഞ്ചിന്റെ പേരാണ് മീഥൈൽ. അപ്പൊ ഈ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. അപ്പൊ പേര് എഴുതുക 2-മീഥൈൽ. അപ്പൊ ബ്രാഞ്ചായി നമ്പർ. അത് കഴിഞ്ഞ് സ്ട്രേറ്റ് ചെയിന്റെ പേര് എഴുതുക 5 കാർബൺ. 5 കാർബൺ ആകുമ്പോൾ IUPAC അനുസരിച്ച് പെന്റ് എല്ലാം ഓരോ വരെയാണ്, അതിനാൽ കൂടെ ചേർക്കുക AND. സോ ഇതിന്റെ ആൻസർ 3-മീഥൈൽ പെന്റ്. അപ്പൊ ഇതാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഒരു ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, ഗ്രൂപ്പ് CH. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് നേരെ ഒരു ചെയിൻ കിടക്കുന്നത്, താഴോട്ട് 2 എണ്ണം വരച്ചു എന്ന് പറഞ്ഞാൽ നേരെ കിടക്കുന്നതാണ് സ്ട്രേറ്റ് ചെയിൻ, താഴോട്ട് വരച്ചിരിക്കുന്ന 2 എണ്ണവും ബ്രാഞ്ച്. അപ്പോൾ ഇവിടെ എത്ര ബ്രാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബ്രാഞ്ച്. 2 ഒരേ ബ്രാഞ്ചാണ്. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. പക്ഷെ മീഥൈൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വട്ടം വന്നിട്ടുണ്ട്. ആ 2 വട്ടം വന്നാൽ എങ്ങനെ പേര്? സെയിം റൂള്, സ്ട്രേറ്റ് ചെയിൻ നമ്പർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6. ഇപ്പോൾ ബ്രാഞ്ച്, ഒന്നാമത്തെ ബ്രാഞ്ച് 3-ലും രണ്ടാമത്തെ ബ്രാഞ്ച് 4-ലും, രണ്ടുകൂടെ കൂട്ടുക. 3 + 4 = 7. തിരിച്ചു നോക്കുക, 1, 2, 3, 4, 5, 6. തിരിച്ച് ചെയ്യുമ്പോഴും 3 + 4 തന്നെയാണ്, 7. ഇവിടെ ഒരു റൂളുണ്ട്. ഇവിടെ കൂട്ടുമ്പോൾ ചെറിയ സംഖ്യ വരുന്നത് എങ്ങോട്ടാണോ അതാണ് നമ്പർ. ഇവിടെ 2 സംഖ്യ ഈക്വലാണ്, ബട്ട് ഡിഫറെന്റ് ആണെങ്കിൽ കൂട്ടുമ്പോൾ ചെറിയ സംഖ്യ വരുന്നതായിരിക്കും നമ്മൾ നമ്പറിംഗ് ആയിട്ട് എടുക്കേണ്ടത്. സോ ഇവിടുത്തെ നമ്പേഴ്സ് 3-ഉം 4. ആ നമ്പറുകൾ കോമ ഇട്ടിട്ടുണ്ട്, 3, 4. ബ്രാഞ്ചിന്റെ നമ്പേഴ്സ് ഹൈഫൻ. അതിൽ കിടക്കുന്ന ഗ്രൂപ്പ് മീഥൈൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം. അപ്പോ 2 വട്ടം വന്നാൽ ഡൈ എന്ന് ചേർത്ത്, 3 വട്ടം വന്നാൽ ട്രൈ എന്ന് ചേർത്ത്, 4 വട്ടം വന്നാൽ ടെട്രാ എന്നും ചേർത്ത്. അപ്പൊ ഒരേ ഗ്രൂപ്പ് 2 വട്ടം റിപ്പീറ്റ് ചെയ്താൽ ഡൈ എന്ന പേര് തൊട്ട് മുന്നേ ചേർത്തിടുക. 3 വട്ടം ട്രൈ, 4 വട്ടമാണെങ്കിൽ ടെട്രാ. ഇവിടെ 2 വട്ടമാണ്, അപ്പോൾ പേര് ഡൈ, ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ. പിന്നെ സ്ട്രേറ്റ് ചെയ്യുന്നത് 6 കാർബൺ, 6 കാർബൺ, X
എല്ലാം സിംഗിൾ ബോണ്ട്, അതിനാൽ A. സോ ഇതിന്റെ ആൻസർ 3,4 ഡൈമീഥൈൽ ഹെക്സെയിൻ. ഓക്കേ, ഇതാണ് രണ്ട് ബ്രാഞ്ച്. ഇതുപോലെ മൂന്ന് ബ്രാഞ്ച് വന്നാൽ ഡൈക്ക് വരും ട്രൈയാവും, 3 പൊസിഷൻ ഉണ്ടാവും. 4 വന്നാൽ 4 പൊസിഷനും ടെട്ര എന്നും ചേർക്കും. ഇത് വെച്ച ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചു കിട്ടുന്നത്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഉണ്ട്. അപ്പോൾ ഇതിന്റെ IUPAC നെയിം എഴുതാൻ ഇതിന് നമുക്ക് വേണം ഒരു സ്ട്രേറ്റ് ചെയിൻ വേണം, ബ്രാഞ്ചുകൾ വേണം, നമ്പേഴ്സ് വേണം, അതെല്ലാം ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ സ്ട്രേറ്റ് ചെയിൻ ഈ CH3 തുടങ്ങി ഇവിടെയാണ് സ്ട്രേറ്റ് ചെയിൻ അവസാനം. അപ്പോൾ 3 കാർബൺ ഉള്ള ഇതാണ് സ്ട്രേറ്റ് ചെയിൻ. 2 എണ്ണം ഈ ബോക്സിൽ ഇല്ല. അപ്പോൾ ഈ ബോക്സിൽ ഇല്ലാത്ത ഈ 2 എണ്ണവും ബ്രാഞ്ച് ആണ്. അപ്പോൾ ഇവിടെ 2 ബ്രാഞ്ച് 3 കാർബൺ ഉള്ള സ്ട്രേറ്റ് ചെയിൻ. നമ്പർ നൽകുക 1 2 3 1 2 3. എങ്ങോട്ട് ചെയ്താലും ഒരുപോലെയാണ് 2 3. പൊസിഷൻ 2 ആണ്. 2 ൽ 2 ബ്രാഞ്ച്. അപ്പോൾ ഒരേ കാർബണിൽ 2 ബ്രാഞ്ച് ഉള്ളതിനാൽ ആ നമ്പർ റിപ്പീറ്റ് ചെയ്തെഴുതാം 2,2. ഹൈഫൻ ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ. 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിനാൽ ഡൈ ചേർക്കുക, ഡൈ മീഥൈൽ. പിന്നെ സ്ട്രേറ്റ് ചെയിൻ 3 കാർബൺ ആണെങ്കിൽ ഒപ്പ്, അതിന്റെ കൂടെ ഒരു A. ഓക്കേ, ഓക്കേ, ഇതാണ് ഇതിന്റെ പേര് 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൽ. ഇത് തന്നിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്, പേരുകളുടെ സ്ട്രക്ചർ വരയ്ക്കാനും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഇത് നോക്കി വെച്ചോളാം, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തൊരു ബ്രാഞ്ച് ഉണ്ട്. 2 ബ്രാഞ്ചുകളാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ബ്രാഞ്ച് നോക്കിയാൽ ഇവിടെ നേരത്തെ കൊണ്ട് തന്നെ നേരെ കിടക്കുന്നത് സ്ട്രേറ്റ് ചെയിൻ, കിടക്കുന്നതാണ് ബ്രാഞ്ച്, താഴോട്ട് കിടക്കുന്നതാണ് ബ്രാഞ്ച്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ബ്രാഞ്ചിന്റെ പ്രത്യേകത നേരത്തെ എഴുതിയത് CH3 ആണ്, അതിന്റെ പേര് മീഥൈൽ എന്നായി. ഇപ്പോൾ ബ്രാഞ്ച് മാറി CH2 CH3. അപ്പോൾ CH3യുടെ പേര് ഈഥൈൽ എന്നാണ്, മീഥൈൽ അല്ല ഈഥൈൽ. അപ്പോൾ ബ്രാഞ്ചിന്റെ പേരും മാറുന്നു, ബ്രാഞ്ചിന്റെ സ്ട്രക്ചർ മാറി CH2 CH3, പേര് ഈഥൈൽ. അപ്പോൾ ഈഥൈൽ ബ്രാഞ്ചായിട്ട് വന്നാൽ എങ്ങനെ പേര് ഇടുന്നതാണ്? ഈഥൈലായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ട് നമ്പർ ചെയ്യുക 1 2 3 4 5 6. അങ്ങോട്ട് ചെയ്യുമ്പോൾ 3, തിരിച്ചു ചെയ്യുമ്പോഴാണെങ്കിൽ 1 2 3 4. സോ നമ്പർ ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ്, കാരണം ലീസ്റ്റ് നമ്പർ 3 ആണ്. 3 കിടക്കുന്ന ബ്രാഞ്ച് ഈഥൈൽ. അപ്പോൾ നമ്പർ 3, ബ്രാഞ്ച് ഈഥൈൽ, ബ്രാഞ്ച് ഈഥൈൽ. ദെൻ സ്ട്രേറ്റ് ചെയിൻ മൊത്തം 6 കാർബൺ ആണ്. 6 കാർബൺ ആണെങ്കിൽ X. എല്ലാം സിംഗിൾ ബോണ്ട് ആയതിനാൽ അതിലൂടെ ചേർക്കുക. അപ്പോൾ സോ ആൻസർ ഈസ് 3 ഈഥൈൽ ഹെക്സൈൻ. നേരത്തെ പറഞ്ഞത് മീഥൈൽ ഗ്രൂപ്പ് ആയിരുന്നു, ഇപ്പോൾ ബ്രാഞ്ച് മാറി ഈഥൈലായി. ബട്ട് റൂളുകൾക്കൊന്നും മാറ്റമില്ല, പേരിന് മാത്രമേ ഒരു മാറ്റമുള്ളൂ, ബ്രാഞ്ച് ഈഥൈൽ. ഓക്കെ, ബട്ട് ഈഥൈൽ എന്ന ബ്രാഞ്ചിന്റെ പ്രത്യേകത നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ സെൻട്രൽ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറില്ല. ഈഥൈൽ എന്ന ബ്രാഞ്ചിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് അറിഞ്ഞിരിക്കണം. അത് ഈ മോഡൽ എക്സാമിൽ നിങ്ങളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണത്. CH3 CH2 CH2 CH CH2 CH3 CH. ഓക്കെ, ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരെ കിടക്കുന്നത് നമ്മൾ സ്ക്വയർ ബോക്സിൽ വരയ്ക്കുന്നു, ഇതാണ് ബ്രാഞ്ച്. ഓക്കെ, പക്ഷെ അതിനായിട്ട് നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം, ഈ താഴോട്ട് വരച്ചിരിക്കുന്നത് CH2 CH3 ആണെങ്കിൽ അത് കിടക്കുന്ന പൊസിഷൻ ഒന്ന് നോക്കിയിരിക്കണം. CH2 CH3 താഴോട്ടോ മുകളിലോട്ടോ ഒരു സ്ട്രക്ചർ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സെക്കൻഡ് കാർബണിലോ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലോ ആണെങ്കിൽ സെക്കൻഡ് കാർബണിലോ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലോ ആണെങ്കിൽ അതിനെ ബ്രാഞ്ച് ആയി കൺസിഡർ ചെയ്യരുത്. അതിനെ ശ്രദ്ധിച്ചു കിട്ടുക. ഒരു ഗ്രൂപ്പ് ഒരു സ്ട്രക്ചറിനകത്ത് CH2 CH3 എന്നത് താഴോട്ടോ മുകളിലോട്ടോ സെക്കൻഡ് കാർബണിലോ ഒരു സ്ട്രക്ചറിന്റെ സെക്കൻഡ് കാർബണിലോ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലോ ആണ് വരച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും ബ്രാഞ്ച് അല്ല. അതിനെ ബ്രാഞ്ച് ആയി എടുക്കരുത്, ബ്രാഞ്ച് ആയി എടുത്താൽ ആൻസർ തെറ്റാണ്. ഇത് മാത്രം മനസ്സിൽ വെച്ചോണം. അതായത് CH2 CH3 സെക്കൻഡ് കാർബണിലോ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലോ വന്നാൽ ഒരിക്കലും ബ്രാഞ്ച് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് ബ്രാഞ്ച് അല്ല. അപ്പൊ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും? നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലോങ്സ്റ്റ് ചെയിൻ ആണ്. ഇതാണ് സ്ട്രേറ്റ് ചെയിൻ. അല്ല നമ്മൾ നേരെ കിടക്കുന്ന സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് എടുക്കരുത്. എപ്പോൾ മാത്രമാണ് CH2 CH3 സെക്കൻഡ് കാർബണിലോ സെക്കൻഡ് ലാസ്റ്റോ വരുമ്പോൾ അതും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ സ്ക്വയർ ബോക്സ് വരും. അതില്ലാത്തതാണ് ബ്രാഞ്ച്. അപ്പൊ ഇതാണ് ഇവിടെ ബ്രാഞ്ച്.
CH2. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്പറിംഗ് 1 2 3 നാലാമത്തെ കാർബണിൽ ബ്രാഞ്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്യുമ്പോൾ 1 2 3. അപ്പോൾ നമ്പറിംഗ് 1 2 3 4 5 6 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. സോ 3 ആണ് പൊസിഷൻ. 3 മീഥൈൽ ഹെക്സേൻ. ഇതാണ് 3 മീഥൈൽ ഹെക്സേൻ. എല്ലാവരും എഴുതുന്നത് 2 ഈഥൈൽ പെന്റേൻ എന്ന് എഴുതും. അത് ആൻസർ തെറ്റാണ്. കാർബൺ ഈഥൈൽ കിടക്കുന്നത് സെക്കൻഡ് കാർബണിലോ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലോ ആണെങ്കിൽ ബ്രാഞ്ച് ആയിരിക്കില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. മോഡൽ എക്സാമിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്രസ് എക്സാമിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം ഇത് മാത്രമാണ് നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഓർക്കുക, CH2 CH3 എന്ന ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിലോ സെക്കൻഡ് ലാസ്റ്റ് കാർബണിലോ വന്നാൽ ഒരിക്കലും ബ്രാഞ്ച് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 4 ഫങ്ഷൻ ഗ്രൂപ്പാണ്. OH, O, COH ആൻഡ് ഹാലജൻസ്. ഇങ്ങനെ 4 ഫങ്ഷൻ ഗ്രൂപ്പുകളും അവയ്ക്ക് പേരിടാനുമാണ് പഠിക്കാനുള്ളത്. OH ഫങ്ഷൻ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് ഹൈഡ്രോക്സിൽ. O ഫങ്ഷൻ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് ആൽക്കോക്സി. COH അറിയപ്പെടുന്ന പേര് കാർബോക്സിലിക്. then halogens. ഇങ്ങനെയാണ് ഫങ്ഷൻ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ OH ഫങ്ഷൻ ഗ്രൂപ്പ്, O ഫങ്ഷൻ ഗ്രൂപ്പ്, COH. ഈ COH ഇങ്ങനെ എഴുതാറുണ്ട്, C ഡബിൾ ബോണ്ട് OH ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഇത് അതേ ഗ്രൂപ്പ് തന്നെയാണ് ഓർത്ത് വെച്ചോണം. കാർബോക്സിൽ ഗ്രൂപ്പാണ് COH. അപ്പോൾ ഈ 4 ഗ്രൂപ്പുകളുടെ അവയുടെ പേരുകൾ ഇതൊന്ന് പഠിച്ചോണം. ഇതൊരിക്കലും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. ഗ്രൂപ്പുകളുടെ പേര് OH ഹൈഡ്രോക്സിൽ, O ആൽക്കോക്സി, COH കാർബോക്സിലിക്, ഹാലജൻ ഫങ്ഷൻ ഗ്രൂപ്പ്. ഓക്കെ, ഇതിന് ഇത് ഒരു സ്ട്രക്ചറിനകത്ത് വന്നാൽ എങ്ങനെ പേര് ഓക്കെ ആണ്. അപ്പോൾ സ്ട്രക്ചർ CH3 CH2 CH2 OH. അതായത് OH വന്നത്. അപ്പോൾ എങ്ങനെയാണ് പേര്? OH അവസാനത്തെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാർബണുകൾ 3, അങ്ങോട്ട് നമ്പർ ചെയ്താൽ 1 2 3 വരും OHന്റെ പൊസിഷൻ. തിരിച്ച് ചെയ്താലോ 1 2 3. അപ്പോൾ നമ്മൾ എപ്പോഴും ലീസ്റ്റ് നമ്പറുകളെ മാത്രമേ സെലക്ട് ചെയ്യാവൂ. വലത്തോട്ട് ചെയ്താൽ 3 ആയി പോകും, ഇടത്തോട്ട് ചെയ്താൽ 1. അപ്പോൾ 1 ആണ് ഇവിടുത്തെ പൊസിഷൻ. എന്തിന്റെ പൊസിഷൻ? OHന്റെ പൊസിഷൻ. അപ്പോൾ മൊത്തം എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. 3 കാർബണാണ് ഉള്ളതെങ്കിൽ പ്രൊപ്പ് എന്നാണ് എഴുതുന്നത്. എന്നാൽ ഫങ്ഷൻ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? പ്രൊപ്പാൻ. ഓക്കെ, ഒരേ കൂടെ കൂടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ 3 കാർബണുള്ള ആൽക്കീന്റെ പേര് പ്രൊപ്പൈനാണ്. അതിൽ ഈ വേണ്ട. അപ്പൊ പ്രൊപ്പാൻ പൊസിഷൻ 1. OH ആണ് വന്നിരിക്കുന്നത്. OH വന്നാൽ പേര് ചേർക്കേണ്ടത് ഓൾ എന്നാണ്. OH വന്നാൽ പേരിന്റെ കൂടെ ചേർക്കേണ്ടത് ഓൾ എന്നാണ്. സോ ഇവിടെ 1 4 എന്ന് പറഞ്ഞാൽ 3 കാർബൺ ഉള്ളതിന്റെ ഒന്നാമത്തെ കാർബണിൽ OH ഉണ്ട്. അതാണ് ഓൾ. ഇതാണ് OH ഫങ്ഷൻ ഗ്രൂപ്പ് വന്നാൽ പേര്. രണ്ടാമത്തെ എന്ന് പറയുന്നത് COH. COH വന്നതിന് ഒന്നും നോക്കണ്ട, പൊസിഷൻ 1 തന്നെയാണ് എപ്പോഴും. COH പൊസിഷൻ എപ്പോഴും 1 ആയിരിക്കും. അത് കൂടുതൽ വരാല്ല, 1 മാത്രമാണ് പൊസിഷൻ. അപ്പൊ ഇവിടുത്തെ പൊസിഷൻ 1 തന്നെയാണ്. പക്ഷെ വന്നിരിക്കുന്നത് COH ആണ്. ഇവിടെ മൊത്തം കാർബൺ നോക്കി 1 2 3 കാർബൺ ഉണ്ട്. അപ്പൊ COH ഒരു കാർബൺ ഉണ്ട്, അതുകൂടെ കൂട്ടിച്ചേർക്കണം. 1 2 3 കാർബൺ. അപ്പൊ 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, ബട്ട് ഇതുപോലെ തന്നെ പ്രൊപ്പാൻ എന്ന് എഴുതും. ഓക്കെ, ഫങ്ഷൻ ഗ്രൂപ്പിൽ രണ്ടെണ്ണത്തിന്റെ പേര് OH വന്നാലും പ്രൊപ്പാൻ തന്നെ, അല്ലെങ്കിൽ ബ്യൂട്ടാൻ, പെന്റാൻ, ഹെക്സാൻ ഇവിടെ കൂട്ടിച്ചേർക്കണം. ഇവിടെ 3 കാർബൺ ഉണ്ട്, അതുകൊണ്ട് പ്രൊപ്പാൻ. ബട്ട് COH ആണ്. COH വന്നാൽ നിങ്ങൾ ചേർക്കേണ്ടത് ഓയിക് ആസിഡ്. COH വന്നാൽ എഴുതുന്നത് ഓയിക് ആസിഡ്. അപ്പൊ പ്രൊപ്പാൻ 1 ഓയിക് ആസിഡ്. പ്രൊപ്പാൻ 1 ഓയിക് ആസിഡ് എന്നാണ് എഴുതുന്നത്. ഇതാണ് COH. And next one O, CH3 O, CH2 CH3. ഇതിനെ പേരിടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനെ നോക്കുക. ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബൺ, റൈറ്റ് സൈഡിൽ 2 കാർബൺ. അപ്പോൾ കാർബണിന്റെ എണ്ണം കുറഞ്ഞ സൈഡിൽ ഓക്സിജനെ കൊടുത്തുകൊണ്ട് ആ സ്ട്രക്ചറിനെ ഒന്ന് മുറിക്കുക. കാർബണിന്റെ എണ്ണം കുറഞ്ഞ സൈഡിൽ ഓക്സിജനെ കൊടുത്തുകൊണ്ട് അതൊന്ന് മുറിക്കുക. മുറിച്ചിട്ട് 2 പാർട്ടാക്കി വെച്ചു. ആ 2 പാർട്ടിനും സെപ്പറേറ്റ് പേര്. അപ്പോൾ ഒന്നാമത് CH3O എന്നൊരു പാർട്ട്, രണ്ടാമത് CH2 CH3. ഓക്കെ,
അപ്പൊ പേരിടുന്നത് ഒരു കാർബൺ ആണെങ്കിൽ മീത്. അതിലൂടെ ഓക്സിജനോട് ചേർക്കുമ്പോൾ മീതോക്സി. തൊട്ടപ്പുറത്ത് 2 കാർബൺ കിടപ്പുണ്ട്. 2 കാർബൺ ആകുമ്പോൾ ഇത് അതിലൂടെ ഏനിയും ചേർക്കാം. സോ ഇതിന്റെ മൊത്തം പേര് എന്ന് പറയുന്നത് മീതോക്സി ഈഥൈൻ എന്നാണ്. അപ്പൊ ഓ വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓ വന്നാൽ കാർബണിന്റെ എണ്ണം കുറഞ്ഞ സൈഡിൽ ഓക്സിജൻ കൊടുക്കുക, എന്നിട്ട് 2 ആയിട്ട് മുറിക്കുക, 2 പാർട്ടായിട്ട് പേരുക. ഒരു കാർബൺ ഉള്ളത് മീത്, അതിലൂടെ ഓക്സിജൻ വന്നതിനാൽ മീതോക്സി. 2 കാർബൺ ഉള്ളത് ഓക്സിജൻ ഇല്ലാത്തടത്ത് പേരിന്റെ കൂടെ ഏനി ചേർക്കുക. 2 കാർബൺ ഈത്, അതിലൂടെ ഏനി ഈഥൈൻ. അപ്പൊ പേര് മൊത്തത്തിൽ മീതോക്സി ഈഥൈൻ. ഓക്കെ. ഇനി 2 സൈഡിലും ഈക്വൽ കാർബൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുറിക്കാം. റൈറ്റ് സൈഡിലോ ഓക്സിജന്റെ റൈറ്റ് സൈഡിലെ ബോണ്ടോ ലെഫ്റ്റ് സൈഡിലെ ബോണ്ടോ മുറിക്കാം. എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. ഈക്വൽ ആണ്. അൺഈക്വൽ ആണെങ്കിലാണ് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഹാലജൻസ്. ഹാലജൻ ഫംഗ്ഷനുകൾക്ക് പ്രധാനമായിട്ടും ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ ഇവയാണ് ഹാലജൻസ് ആയിട്ട് വരുന്നത്. മിക്കവാറും ചോദിക്കാറുള്ളത് ക്ലോറിൻ വെച്ചാണ്. സോ സ്ട്രക്ചർ CH3, CH, Cl, CH2, CH3. ഈ സ്ട്രക്ചറിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഉള്ളത് സ്ട്രേറ്റ് ചെയിൻ, മൊത്തം 4 എണ്ണം. നമ്പർ നൽകുക 1 2 3 4. അങ്ങോട്ട് ചെയ്യുമ്പോൾ 2, തിരിച്ച് ചെയ്യുമ്പോഴാണ് 3. സോ അങ്ങോട്ടാണ് നമ്പറിങ് 1 2 3 4. നമ്പർ 2 ൽ കിടക്കുന്ന ബ്രാഞ്ച് ക്ലോറിനാണ്. ക്ലോറിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ക്ലോറോ എന്ന് എഴുതുക. ഇനി ബ്രോമിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ബ്രോമോ എന്ന് എഴുതുക. ഫ്ലൂറിനാണെങ്കിൽ ഫ്ലൂറോ എന്ന് എഴുതുക. അയഡിനാണെങ്കിൽ അയഡോ എന്ന് എഴുതുക. ഓക്കെ. അപ്പൊ ക്ലോറിനായിരുന്നു ക്ലോറോ, 2 ക്ലോറോ. പിന്നെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ടർ, സിംഗിൾ ബോണ്ട് ആയതിനാൽ A. സോ 2 ക്ലോറോ ബ്യൂട്ടർ. ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പുകൾക്ക് പേര് നൽകുന്ന രീതി. ഓക്കെ. ഇത് തന്നെ നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കാറുണ്ട്, പേരുകൾ തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കണം. പേരുകൾ തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കുന്ന രീതി എങ്ങനെയാണ്? ഈ പോർഷൻ നിന്ന് നിങ്ങൾക്ക് 4 മാർക്കോളം കിട്ടുകയാണ്. അപ്പം പേര് 2 മീഥൈൽ പെന്റേൻ. അപ്പൊ സ്ട്രക്ചർ തന്നിട്ടാണ് പേര് തന്നിട്ടാണ് സ്ട്രക്ചർ വരയ്ക്കാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പേരിൽ ലാസ്റ്റ് നോക്കുക. പെന്റേൻ. പെന്റേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെന്റേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാർബൺ. സോ 5 കാർബൺ നിരത്തി ഓരോ വരയായിട്ട് വരയ്ക്കുക. കാർബൺ A, C, ഇങ്ങനെ 5 കാർബൺ നിരത്തി വരയ്ക്കുക. എന്നിട്ട് 5 ഉണ്ടോ എന്ന് അറിയാൻ മുകളിൽ നമ്പർ കൊടുക്കുക. 1 2 3 4 5 5. അപ്പൊ പെന്റേൻ. ഇത് നോക്കിയാൽ അതിന്റെ രണ്ടാമത്തെ കാർബൺ അതാണ് 2 മീഥൈൽ. മീഥൈൽ എന്നത് ഏതാണ് ബ്രാഞ്ച്? CH3. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ താഴോട്ടൊരു CH3 ആണ്. ഇനി 2 ക്ലോറോ എന്നായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ വരയ്ക്കും. 2 ഈഥൈൽ എന്നായിരുന്നെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ നിങ്ങൾ ഈഥൈൽ വരയ്ക്കും. അതാണ് പൊസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഏതാണോ ഗ്രൂപ്പ് അതാണ് വരയ്ക്കും. എന്നിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യും. നോക്കാം. ഈ കാർബണിന് ചുറ്റും ഒരു ബോണ്ട്. ഒരു കാർബണിന്റെ വാലൻസി 4 ആണ് എന്ന് പറഞ്ഞാൽ ബോണ്ടും അതിൽ വരുന്ന ഹൈഡ്രജൻ എണ്ണം കൂടെ കൂട്ടി മൊത്തം 4 വരാം. അപ്പൊ ഇവിടെ എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ട്. 4 ആവാൻ 3 ഹൈഡ്രജൻ. ഇവിടെ നോക്കിയാൽ ചുറ്റും നോക്കണം കേട്ടോ. ഒരു സൈഡിലേക്ക് നമ്മുടെ ചുറ്റും നോക്കാം. 1 2 3 ബോണ്ട്. ഈ കാർബണിന് ചുറ്റും 3 ബോണ്ട് ഉണ്ട്. 4 ആവാൻ 1 ഹൈഡ്രജൻ. ഇതിന് ചുറ്റും 2 ബോണ്ട് ഉണ്ട്. അപ്പോൾ 4 ആവാൻ 2 ഹൈഡ്രജൻ. ഇതിന് ചുറ്റും 2 ബോണ്ട് ഉണ്ട്. 4 ആവാൻ 2 ഹൈഡ്രജൻ. ഇതിന് ചുറ്റും ഒറ്റ ബോണ്ടേ ഉള്ളൂ. 4 ആവാൻ 3 ഹൈഡ്രജൻ. ഇതാണ് പേരിൽ നിന്ന് തിരിച്ച് സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഇങ്ങനെ കാർബണിന്റെ വാലൻസ് എപ്പോഴും 4 ആയിരിക്കാവും. ഹൈഡ്രജൻ എണ്ണം ഒന്നും കൂടിപ്പോരുത്, ബോണ്ട് കൂടിപ്പോരുത്, തെറ്റാവും. ആ ചെറിയ മിസ്റ്റേക്ക് മതി 1 മാർക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ച് വരയ്ക്കുക. കാർബണിന്റെ എണ്ണം ബോണ്ടുകളുടെ എണ്ണം എഴുതി നോക്കിയതിനു ശേഷം ഹൈഡ്രജൻ. ഇതാണ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. ഓക്കെ. ഇതുപോലെ ഏത് പേര് തന്നാലും സ്ട്രക്ചർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. പേരില് ഒരു ആൽക്കീൻ ഉണ്ടാവും. അതിനെ സ്റ്റേറ്റ് ചെയ്യാൻ എടുക്കുക. ആ കാർബണുകൾ വരയ്ക്കുക. ബ്രാഞ്ച് നോക്കുക, പൊസിഷൻ നോക്കുക, ബ്രാഞ്ച് വരയ്ക്കുക. ഓക്കെ. ഇനി ഇതിന്റെ സെക്കൻഡ് പോർഷൻ ഐസോമെറിസം. അപ്പൊ ഐസോമെറിസം എന്തുവാണ്? സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. ഒരേ തന്മാത്രവാക്യവും ഡിഫറെന്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയുമുള്ളവയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോമേഴ്സ് എന്ന് വിളിക്കുക. ആ ഫിനോമിനയാണ് ഐസോമെറിസം. നമുക്ക് പഠിക്കാനുള്ളത് 3 തരം ഐസോമെറിസം. 1 ചെയിൻ ഐസോമെറിസം, 2 പൊസിഷൻ ഐസോമെറിസം, 3 ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം.
ഇങ്ങനെ 3 ടൈപ്പ് ഐസോമേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇത് ചെയിൻ ഐസോമേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല, പക്ഷെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമേഴ്സ് മിക്കവാറും പരീക്ഷയ്ക്ക് എല്ലാം ഉണ്ടാകും. ചെയിൻ ഐസോമേഴ്സ് നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. ചെയിൻ ഐസോമേഴ്സ്, പോസിറ്റീവ് ഐസോമേഴ്സ്, ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമേഴ്സ്. അപ്പൊ എന്താണ് ഐസോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. അപ്പൊ ഒന്നാമത് ചെയിൻ ഐസോമേഴ്സ്. CH3 CH2 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 CH3. ഇതിൽ മൊത്തം കാർബണിന്റെ എണ്ണം 5 ആണ്. ഈ 5 കാർബൺ വെച്ച് ഇതല്ലാതെ ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ കഴിയുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമേഴ്സ്. നോക്കിയേ, 4 എണ്ണം ഞാൻ നേരെ പറയുന്നത് CH3 CH CH2 CH2 ഒരെണ്ണത്തേതായിട്ട് ബ്രാക്കറ്റ്. ഇത് നോക്കിയാൽ ആദ്യത്തെ സ്ട്രക്ചറിൽ 5 കാർബൺ, ഇതിൽ എത്ര കാർബൺ തന്നെ ഉണ്ട്? 1 2 3 4 5 കാർബൺ തന്നെ ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഹൈഡ്രജൻ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. 3 2 5 2 7 2 9 3 12. ഇതിലും 12 ഹൈഡ്രജൻ ഉണ്ട്. 3 1 4 2 6 3 9 3 12 എന്ന് പറഞ്ഞാൽ രണ്ടിലും കാർബണിന്റെ ഹൈഡ്രജൻ എണ്ണം തുല്യം, പക്ഷേ രണ്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്. ഇങ്ങനെ വരയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമേഴ്സ്. അതായത് കാർബണുകൾ മാത്രം ഇങ്ങനെ വെട്ടി ഭ്രാന്താക്കി വരയ്ക്കുകയോ സ്ട്രേറ്റ് ആക്കി വരയ്ക്കുകയോ ചെയ്യുന്നത്. അതായത് ഒരേ എണ്ണം കാർബൺ ഉണ്ടായിരിക്കണം, പക്ഷെ സ്ട്രക്ചറുകൾ ഡിഫറെന്റ് ആയിരിക്കണം. അത് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമേഴ്സ്. രണ്ടാമത്തെ ഐസോമേഴ്സിന്റെ പേര് പൊസിഷൻ. ഇതും അടുത്തതുമാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക. പൊസിഷൻ ഐസോമെർസ്. സിമ്പിൾ ആണ്. പൊസിഷൻ ഐസോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CH2 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 OH. പൊസിഷൻ ഐസോമേഴ്സ് പറയണമെങ്കിൽ അതിലൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും, അതല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൊസിഷൻ ഐസോമർ വരയ്ക്കാൻ പറ്റൂ. അപ്പൊ ഇവിടെ ഉണ്ട് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് OH. OH ന്റെ പൊസിഷൻ എത്ര? 1 2 3 4. ഈ സ്ട്രക്ചറിൽ 1 ആണ്. ഈ 1 എന്ന പൊസിഷൻ മാറ്റി ബാക്കി എവിടെ കൊടുത്താലും ഇതിന്റെ ഐസോമർ ആവും, പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒന്നാമത്തെ കാർബണിൽ കിടക്കുന്നത് ഇതിനെ ഞാൻ എടുത്ത ഈ കാർബണിൽ കൊടുക്കണം, സെക്കൻഡ് കാർബൺ. അപ്പൊ CH3 CH2 CH OH CH3. ഇപ്പോൾ ഇതിന്റെ പൊസിഷൻ 1 2 3 4. ഇപ്പൊ എത്രയായി? 2 ആയി. ഒന്നിൽ കിടന്നത് ഇപ്പൊ എത്രയായി? 2ലേക്ക് വന്നു. അപ്പൊ പൊസിഷൻ മാറിയില്ലേ? ഇങ്ങനെ പൊസിഷൻ മാറുമ്പോൾ ഐസോമേഴ്സ് വിളിക്കുന്ന പേരാണ് പൊസിഷൻ ഐസോമേഴ്സ്. മൂന്നാമത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. ഇത് വെരി ഇമ്പോർട്ടന്റ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമേഴ്സിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് OH-ഉം O-യും തമ്മിലുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ. അതായത് ഇന്ന് പഠിച്ചേക്കുക, OH-ന്റെ പേരാണ് O, O-യുടെ പേരാണ് OH. അതായത് ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ എഴുതാൻ പറയുകയാണെങ്കിൽ OH മാറ്റി O കൊടുക്കുക, O തന്നിട്ടാണെങ്കിൽ O മാറ്റി OH കൊടുക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. CH3 CH2 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 OH. ഈ സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം OH മാറ്റുക, പകരം O കൊടുക്കുക. പക്ഷെ അറിയാം OH മാറ്റിയിട്ടൊന്നുമല്ല O കൊടുക്കേണ്ടത്, കാരണം O അവസാനം വരുന്നത്. O വരുന്നത് ഒരു സ്ട്രക്ചറിന്റെ സെന്ററിലാണ്, അതായത് കാർബണുകൾക്കിടയിൽ മാത്രമേ O വരൂ. അത് അറിഞ്ഞിരിക്കുക. OH പക്ഷേ അവസാനം വരാം, ബ്രാഞ്ച് ആയിട്ട് വരാം, സെന്ററിൽ വരത്തില്ല. പക്ഷെ O സെന്ററിൽ മാത്രമേ വരൂ, അവസാനം വരില്ല, ബ്രാഞ്ചും ആകും. അപ്പൊ ഞാൻ ഈ OH മാറ്റി. മൊത്തം എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. ഈ 4 കാർബണുകൾക്ക് ഇടയിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്തിനെ കൊടുക്കാം? OH കൊടുക്കാം. അപ്പൊ CH3 O CH2 CH2 CH3 മൊത്തം 4 കാർബൺ. ഞാൻ OH മാറ്റി പകരം എന്ത് കൊടുത്തു? O കൊടുത്തു. ഇവിടെ വേണേ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, ലാസ്റ്റ് കൊടുക്കാം. എങ്ങനെയായാലും കാർബണിനിടയിൽ മാത്രമേ എന്തിനെ കൊടുക്കാവൂ? ഓക്സിജനെ കൊടുക്കാവൂ. സോ ഇതാണ് OH-ന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ OH. ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ. പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുക. ഏറ്റവും പുതുതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: C4H10O. ഈ മോളിക്യുലർ ഫോർമുലയിൽ വരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമറുകൾ എഴുതുക. ഈ മോളിക്യുലർ ഫോർമുലയിൽ വരുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ O ഉണ്ടല്ലോ, അപ്പോൾ ഓർത്തോണം OH-ഉം O-യും വെച്ചാണ് നിങ്ങൾ എഴുതുന്നത്. O ഉണ്ടെങ്കിൽ OH-ഉം O-യും വെച്ച് എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം O വെച്ച് എഴുതാം. 4 കാർബൺ CH3 O CH2 CH2 CH3 3 കാർബൺ പ്ലസ് 1 4 കാർബൺ, അതിനോട് ഓക്സിജൻ. അപ്പൊ നോക്കിയ 4 കാർബൺ 3 2 5 2 7 3 10 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. ആ മോളിക്യുലർ ഫോർമുലയാണല്ലോ. ഇതുപോലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഐസോമർ എഴുതാൻ പറഞ്ഞു. അപ്പൊ അടുത്തത് എഴുതുക CH3 CH2
CH2 CH2 OH 4 കാർബൺ പ്ലസ് OH. ഇതാണെങ്കിൽ 4 കാർബൺ O. അപ്പോൾ ഒരേ മോളിക്യുലർ ഫോർമുലയാണ് ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. നമുക്ക് ഇതിലും അത് തന്നെയാണ് 1 2 3 4 കാർബൺ 3 2 5 2 7 2 9 10 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഈ ടൈപ്പാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക C4H10O എന്ന മോളിക്യുലർ ഫോർമുല എഴുതുന്ന രണ്ട് ഐസോമർ എഴുതാൻ പറഞ്ഞില്ല. ഒന്നാമത് OH എഴുതുക, രണ്ടാമത് OH എഴുതുക. ഇത്രയാണ് ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് 6th ചാപ്റ്റർ.